അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ആ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളിനെ പേഴ്സണൽ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള്. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല. കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച. ഞാൻ വിറ്റ്നസും കൂടെ ആയതാണ്. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് മാസ്റ്റർബേഷൻ ചെയ്യാൻ തുടങ്ങി. തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു, ഞങ്ങളുടെ ഇടത്തോട്ട്. എന്നിട്ട് ആ സ്കലനായപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ മേത്തുമാക്കി, എന്റെ മേത്തുമാക്കി. ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ സത്യമായിട്ടും. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ബാത്റൂമിൽ പോയി അത് കഴുകിയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എന്നാലും അതല്ലല്ലോ, എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നടി മിനു മുനീർ അറസ്റ്റിൽ. നടൻ ബാലചന്ദ്ര മേനോനെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിലാണ് നടിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ ബാത്റൂമിൽ പോയി അത് കഴുകിയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. തനിക്ക് അപകീർത്തി ഉണ്ടാവുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാലചന്ദ്ര മേനോൻ കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മിനു മുനീറിനെ പോലീസ് കേസെടുത്തത്. പിന്നീട് സെഷൻസ് കോടതി സമീപിച്ചെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടി. എങ്ങനെ താൻ ഇത് ഏത് ലോകത്താ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബാലചന്ദ്ര മേനോൻ. തനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് നടി പറഞ്ഞതെന്നാണ് സംവിധായകൻ പറയുന്നത്. എടി കൊച്ചൻ, നിനക്ക് വേറെ യാതൊരു പണിയില്ലേ? കുറച്ചു ദിവസം നീ എന്റെ പുറകെ നടന്ന് മാപ്പാക്കണം എന്ന് പറയുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?